Hello everyone, welcome to my YouTube channel. ഞാനിന്ന് ഒരു 3 ദിവസത്തെ റൈഡിനായിട്ട് ഇറങ്ങുകയാണ്. തൊടുപുഴ വഴി ആനക്കുളം വട്ടവട, ഇതാണ് പ്ലാൻ. എൻ്റെ വീട് ആലുവയിലാണ്. ആലുവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. സോ അതിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് ആയിട്ടുള്ള പാർട്സും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ചെറിയ വീഡിയോ ആണ് ഉണ്ടാക്കണേ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തുടക്കത്തിൽ തന്നെ പ്രശ്നമാണ്, ബിക്കോസ് ഞാൻ ക്യാമറ വൈഡ് ആംഗിൾ സെറ്റ് ചെയ്യാൻ വിട്ടുപോയി. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാണ് ഞാൻ റിയലൈസ് ചെയ്തത് വൈഡ് ആംഗിൾ സെറ്റ് ചെയ്തിട്ടില്ല. സോ അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞ് ഞാനത് റിയലൈസ് ചെയ്തപ്പോൾ ഞാൻ വണ്ടി നിർത്തി ക്യാമറ സെറ്റ് ശരിയാക്കിയിട്ടുണ്ട്. സോ വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ. നമ്മൾ തൊടുപുഴ വഴിയാണ് ആനക്കുളം വട്ടവട പോണേന്ന് പറഞ്ഞായിരുന്നല്ലോ. തൊടുപുഴയിൽ നമ്മുടെ സുഹൃത്ത് രജിത്തിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മളൊരു 10-16 ബൈക്ക് ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് അവിടെ ചെന്ന് ആളുടെ വീട് കണ്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് HMT ജംഗ്ഷൻ എത്തി. ഇവിടെ വെച്ചാണ് നമ്മുടെ സുഹൃത്തിനെ മീറ്റ് ചെയ്യുന്നത്. വിപിൻ്റെ വണ്ടി 3 ton ആണ്. സോ നമ്മൾ രണ്ടുപേരും ചേർന്ന് ഇവിടുന്ന് തൊടുപുഴയ്ക്ക് പോകും. ഒരല്പനേരം വിപിനോട് സംസാരിച്ചിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മൾ HMT വഴിയാണ് പോണേന്ന് പറഞ്ഞായിരുന്നല്ലോ. HMT ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ശരിക്കുള്ള HMT എത്തുന്ന ഇപ്പോഴാണ്. ഈ ഭാഗത്തുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു റോഡാണിത്. 2 സൈഡ് കാടും ഒക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ മെഡിക്കൽ കോളേജ് എത്തും, കളമശ്ശേരി മെഡിക്കൽ കോളേജ്. നമ്മൾ ഇതുവഴി പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ പടക്കുതിര 850 GS അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, നമ്മളൊരു 15-16 ബൈക്ക് ഉണ്ടെന്ന്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ട്രിവാൻഡ്രത്തുനിന്ന് മുതൽ കാസർഗോഡ്, കണ്ണൂർ, അങ്ങനെ എല്ലായിടത്തുനിന്നും. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ എത്തിച്ചേരാൻ പോണത് നമ്മുടെ രജിത്തിൻ്റെ വീട്ടിലേക്കാണ്. എറണാകുളത്തുനിന്നും കുറച്ചധികം ആൾക്കാരുണ്ട്. പലരും പല സൈഡിൽ നിന്നായതുകൊണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ് കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ബ്രേക്ക് ആയത്. ഓക്കെ, അപ്പോൾ എറണാകുളത്തുനിന്നും കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ പലരും പലയിടത്തു നിന്നായതുകൊണ്ട് ഒരേ വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരല്പം ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു നമ്മൾ തൊടുപുഴയിലെ മീറ്റിംഗ് പോയിന്റിൽ തന്നെ എല്ലാവരും എത്തിച്ചേരാമെന്ന്. സോ അങ്ങനെ കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പൂക്കാട്ടോടെ എത്തി. ഇവിടുന്ന് പൊന്നാശ്ശേരി വഴിയാണ് നമ്മൾ പോണേ. റോഡുകളെല്ലാം വളരെയധികം ഭംഗിയുള്ളതാണ്. വലിയ തിക്കോ തിരക്കോ ഒന്നുമില്ല. വളരെ മനോഹരമാണ്. നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്യാൻ തോന്നും. ബിക്കോസ് ഒരു തിരക്കോ അധികം വണ്ടികളൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കോ ഒന്നുമില്ല. നല്ല കാമായിട്ടുള്ളൊരു റൂട്ടാണ് ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട്. മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ മാറും. പേര് പോലും അറിയാത്ത കുറെ ഏതൊക്കെയോ വഴി കൂടിയാണ് ഞാനും വിപിനും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിപിൻ എൻ്റെ പുറകെ തന്നെയുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിൻ മാപ്പ് ഇട്ടിട്ടില്ല, ഞാനേ മാപ്പ് ഇട്ടിട്ടുള്ളൂ. സോ ഫ്രണ്ടില് ഞാൻ പോകേണ്ടി വന്നു. പിന്നെ ഓൺ ദ വേയിൽ വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ രജിത്തിൻ്റെ വീട്ടിലെത്തിയിട്ടാണ് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ വടക്കുതിരതേ ഇരിക്കണു. ബാക്കി 1-2 വണ്ടികൾ എത്തിയിട്ടുണ്ട്.
പിന്നെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള വണ്ടികൾ വരുന്നുണ്ട്. ഒരു 310 ഒരു 1250 ആണ്. പിന്നെ അവിടുന്ന് നമുക്കിനി പലയിടത്തുനിന്ന് വരാനുണ്ട്. എറണാകുളത്തു നിന്നുള്ളവർ ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ഒരു 850 വരുന്നുണ്ട്. ഒരല്പനേരം അവിടെ സംസാരിച്ചിരുന്നിട്ട് നമ്മൾ അടുത്തുള്ളൊരു സ്ഥലം കാണാനായിട്ട് പോയി. ഞാൻ 1250 ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സംഭവം 850 പോലെയല്ല, നല്ല ചാടി ചാടി നിൽക്കും, പവർഫുള്ളാണ്. ഇത്തിരി കൂടി കൺട്രോൾ ഉണ്ടാവും, ബോക്സർ എഞ്ചിനാണല്ലോ. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ഒരു കയറ്റത്തേക്ക് എടുക്കാനാണ് നോക്കുന്നത്. വണ്ടി നല്ല ചാടി ചാടിയാണ് നിൽക്കുന്നത്. അവൻ ഡൈനാമിക് പ്രോയോ അങ്ങനെ എന്തോ സെറ്റ് ചെയ്ത് വെച്ചേക്കനെയാണ്. വേറെ എന്ത് തരത്തിലുള്ള എൻജിൻ നമ്മൾ ഓടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ബോക്സർ എൻജിൻ അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയാണ്. ഓടിക്കാൻ നല്ല രസമാണ് ബോക്സർ എൻജിൻ. ഞാൻ കുറച്ച് ദൂരം 1250 ഓടിച്ചു. വേറൊന്നും കൊണ്ടല്ല, വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണല്ലോ ഇങ്ങനെ ഇത്രയും വലിയൊരു സൂപ്പർ ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. 850 ഒരു ചെറിയ വണ്ടിയാണെന്നല്ല ഞാൻ പറയണത്, പക്ഷേ 1250 എപ്പോഴും 850-നെക്കാട്ടിയും പവർഫുൾ ആയ ഒരു വണ്ടിയാണ്. ഓൾമോസ്റ്റ് 140 bhp ആണ് 1250 ഉണ്ടാക്കുന്നത്. സോ ഈവൻ ടോർക്കും 140 തന്നെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. സോ ആ ഒരു പവർ ഡിഫറൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും, നമ്മുടെ കയ്യിലത് കിട്ടും. നമ്മൾ തിരിച്ച് രജിത്തിൻ്റെ വീട്ടിലെത്താറായി. ഇനിയിപ്പം നമ്മൾ അവിടെ നിന്ന് ലഞ്ചും കഴിച്ച് നേരെ ആനക്കുളത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ്. നമ്മൾ പോയി വന്നപ്പോഴേക്കും അത്യാവശ്യം എല്ലാ ബൈക്കുകളും എത്തിയിട്ടുണ്ട്. നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് സെൽഫികളൊക്കെ എടുത്ത് ഇനി അവിടെ നിന്ന് ഗിയറപ്പ് ചെയ്ത് ഇറങ്ങുകയാണ്. എല്ലാവരും ലൈനപ്പ് ചെയ്തു. നമ്മുടെ ബൈക്കുകളെല്ലാം കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ നേരെ ആനക്കുളത്തേക്ക് പോകണം. നമ്മൾ സ്റ്റേയിലേക്കാണ് പോണത്. ബാക്കി ബൈക്കിൽ പോണത്ര ഈസി ആയിട്ട് എൻ്റെ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. ബോക്സ് തന്നെയാണ് റീസൺ. ഈ ഒരു കുഞ്ഞു റൈഡിന് ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, ചുമ്മാ ഒരു ആസ്തെറ്റിക് ലുക്ക് എന്ന് വിചാരിച്ച് ഞാൻ കൂടെ കൊണ്ടുനടക്കണമെന്നുള്ളൂ.
പിന്നെ സാധനങ്ങൾ എന്തും നമുക്ക് കയ്യിൽ വെക്കാം. അത് തന്നെയാണ് ഒരു ഗുണം. മൂന്നാർ പോണ റൂട്ട് മുന്നത്തെ പോലെയല്ല, വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. റോഡിന്റെ ടാറിങ്ങിന്റെ ക്വാളിറ്റി വരെ എക്സെപ്ഷണൽ ആണ്. ഒരു കട്ടറോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്ന ഒരു 75% പണിയൊക്കെ എവിടെയൊക്കെയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി ആ ഒരു 25 കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായി. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ബാക്കിയാണ് പണി കഴിയാൻ. അടിമാലി എത്തുന്നതിന് കുറച്ച് മുന്നുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ. നമ്മൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പണ്ട് ഈ ഒരു പാലം ക്രോസ് ചെയ്ത് വേണം പോകാൻ. ഇപ്പോഴും ഈ പാലം ക്രോസ് ചെയ്ത് തന്നെ വേണം പോവാൻ. പക്ഷേ ഇപ്പോൾ നമുക്കൊരു പാരലലി ഒരു പാലം കൂടി വരുന്നുണ്ട്. മുന്നത്തെ പോലെ നമ്മൾ ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അവിടെ നിർത്തേണ്ട പ്രശ്നമൊന്നും വരില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം, വലിപ്പം. ഏതെങ്കിലും ഒരു വണ്ടി ഉടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്നവൻ ചെറിയ വണ്ടിയാണെങ്കിൽ അവൻ വീഴും. സോ ആ ഒരു പ്രശ്നമാണ് ഈ ബോക്സ് കൊണ്ട് നടക്കുമ്പോൾ. ഞാൻ ടോപ്പിക്കിൽ നിന്ന് മാറി. മൂന്നാറിലേക്കുള്ള എൻട്രി ആണിത് ശരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴക്കാർ സ്റ്റാർട്ട് ചെയ്തു. ഓരോ തുള്ളി മഴവെള്ളം അവിടെ ഇവിടെയൊക്കെ വീഴുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇഗ്നോർ ചെയ്ത് നമ്മൾ റോഡിന്റെ ഭംഗിയും കാടിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച്, ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ് സംഭവം. മഴ പെയ്താൽ എന്ത് ചെയ്യുന്ന ഉള്ളതാണ് പ്രശ്നം. മഴ പെയ്താൽ നമ്മൾ റെയിൻകോട്ട് ഇടണം. റെയിൻകോട്ട് ഇടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. റെയിൻകോട്ട് ഇട്ട് കഴിഞ്ഞാൽ വരുന്ന ചൂടും ബുദ്ധിമുട്ടൊക്കെ ഡിഫറെന്റ്. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനും പിന്നീട് ബുദ്ധിമുട്ടാണ്. നമ്മൾ നിർത്തേണ്ടി വരും വീഡിയോ റെക്കോർഡിങ്. ക്യാമറ കേടായി പോകുന്നുള്ളൊരു പേടി, അത് തന്നെ കാര്യം. നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഒരിടത്ത് നിർത്തി. ഒരു ചായയൊക്കെ കുടിച്ച് പോകാനാണ് പ്ലാൻ. എല്ലാവരും വണ്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി തുടങ്ങി. അതാ മഴ അങ്ങോട്ട് നല്ല രീതിയിൽ പെയ്തും തുടങ്ങി. റെയിൻകോട്ട് ഇടാൻ വേണ്ടി മടിച്ചിരുന്ന ഞാൻ എന്തായാലും ഇട്ടേ പറ്റൂ എന്നുള്ള അവസ്ഥയെത്തി. ഇവിടെ നിർത്താൻ പോവുകയാണ്. ഇവിടെ നിർത്തി റെയിൻകോട്ട് ഇടാൻ പോവുകയാണ്. എല്ലാവരും നിർത്തിട്ടോ, വേറെ വഴിയില്ല. മഴ പെയ്തു, റെയിൻകോട്ട് ഇടണം, ക്യാമറ അടിക്കണം. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോ കാണത്തില്ല, ബിക്കോസ് ക്യാമറ ഞാൻ ഉരി വെക്കുന്നതാണ്. മഴ മാറിയിട്ട് ഈ ക്യാമറ ഓണാക്കാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ മഴ ഒന്ന് സമാധാനമായപ്പോൾ തന്നെ ഞാൻ വണ്ടി നിർത്തി ക്യാമറ എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാറിൻ്റെ ഭംഗി കണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും അത് വീഡിയോയിൽ പകർത്തണം എന്നുള്ളൊരു ടെൻഡൻസി ആയിരുന്നു. മൂന്നാറിലെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായത്തോട്ടങ്ങളാണ്, ടീ പ്ലാന്റേഷൻസ്. എത്ര മനോഹരമാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. ക്യാമറയ്ക്കൊന്നും അത് മുഴുവനായിട്ട് ഒപ്പിയെടുക്കാൻ കഴിയില്ല. മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല കോടയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വഴി തെറ്റുമെന്നുള്ള സംശയവും. ഞാൻ ഏറ്റവും പുറകിലാണ്. ഇരുട്ട് വീണ് തുടങ്ങി. ഞാനിപ്പോഴും ബാക്കി വണ്ടികളിലൊപ്പം എത്തിയിട്ടില്ല.
പിന്നെ എൻ്റെ വണ്ടിയിലാണെങ്കിൽ ടയർ അല്പം മോശമാണ്. ഞാൻ ആ ഒരു ഭയം കൂടി എൻ്റെ ഉള്ളിലുണ്ട്. സോ ഞാൻ അല്പം വേഗത കുറച്ചാണ് പോകുന്നത്. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയതിൻ്റെ വ്യൂ ആണ് ആ കാണുന്നത്. നേരിട്ട് കാണുമ്പോൾ ആകാശത്തെന്തോ വലിയൊരു റിയാക്ഷൻ നടക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. വളരെ മനോഹരം. ഇരുട്ടിന്റെ ഇന്റൻസിറ്റി കൂടി വരെയാണ്. മഴയാണെങ്കിൽ നിൽക്കണ ലക്ഷണമൊന്നും കാണില്ല. മഴ മാറിക്കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇച്ചിരി കൂടി നല്ല വീഡിയോസ് ഒക്കെ കിട്ടുമെന്നായിരുന്നു എനിക്ക് തോന്നിയത്. ഇതിന്റെ ഇടയിൽ എപ്പോഴോ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് നമ്മുടെ ഗൂഗിൾ മാപ്പും വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്കൊരു ധൈര്യമായി. ഈ വഴികളിൽ കൂടി പോകുമ്പോൾ കുറെ അധികം ജീപ്പുകൾ എപ്പോഴും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വഴി എവിടേക്കോ കുറെ ട്രെക്കിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ നമ്മൾ ആനക്കുളം എത്താറായി. നമ്മളത് റൂമിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കൺഫ്യൂഷൻ. എവിടെയാണ് സ്റ്റേ എന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ വഴിക്ക് മുകളിലേക്ക് പോയാലാണെന്ന് നമ്മൾ വിളിച്ചു വെച്ചപ്പോൾ ഹോട്ടലുടമ പറഞ്ഞു അവിടുന്ന് മുകളിലേക്ക് പോകണേണ്. ഞങ്ങളുടെ കുറച്ച് അല്പം മോശം വഴിയാണ്. പിന്നെ ഞാൻ അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് ഭയത്തിലാണ് ഞാൻ. എൻഡ്യൂറോ പ്രോ ഒക്കെ ഇട്ട് ട്രാക്ഷനൊക്കെ ഓഫ് ചെയ്ത് ആ വഴിക്ക് അങ്ങോട്ട് എടുത്തു. നമ്മള് ഒരുവിധം ഏതി വരിഞ്ഞ് താമസത്തിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. സോ ഇനിയാണ് ടഫസ്റ്റ് പാർട്ട്. നമ്മള് ഈ റെയിൻകോട്ടൊക്കെ അഴിച്ചു വെച്ച് പെട്ടിന്ന് ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലും സെറ്റിലാവാന്നുള്ളത്. ഭക്ഷണമാണെങ്കിൽ കഴിച്ചിട്ടില്ല. നമ്മള് ഇവിടെ വന്ന ശേഷം ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്.